ലോൺ പാസ്സാകുന്നില്ല, കുട്ടിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ല. അത് കാണിക്കുന്നത് വലിയ ഒരു ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ വലിയ നമ്പേഴ്സ് കേരളം വിട്ടു പോകാൻ തയ്യാറെടുക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനൊരു എക്സൈറ്റ്മെന്റിലും എന്തൂസിയാസത്തിലുമാണ് എന്നതാണ്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ഇവിടെ കാണുക. രണ്ടാമത്തെ ഈ ബൂത്ത് തല തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അനലൈസിംഗ് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ധാരാളം പേര് വോട്ട് ചെയ്യാൻ വരാത്തതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോടും രാഷ്ട്രീയത്തോടും ഒക്കെ ഒരു വലിയ മടുപ്പ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാർക്ക് ചെയ്താൽ എന്താണ്, വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം, ഏത് പാർട്ടി വന്നാലും ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് പറയുന്ന ഒരു സാമാന്യ ബോധം ഒരു സമൂഹത്തിൽ വളരെ സത്യരായി അരിച്ചരിച്ച് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ പോലുള്ള പുതിയ പാർട്ടികൾ എന്നല്ല പറയുന്നത്, പുതിയ ഏതെങ്കിലും മുദ്രാവാക്യങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ വാഗ്ദാനങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ സങ്കല്പങ്ങൾക്കോ ഒക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അനൗൺസ് ചെയ്ത് പിറ്റേ ദിവസം അതിന് വലിയ സ്വീകാര്യത കിട്ടാൻ കാരണം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് ശരിയാവുമെന്നൊന്നും പരീക്ഷമായി നോക്കിക്കളയാൻ എന്ന ചിന്തയാണ്. അതിൻ്റെ ഒരു കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, കാലാനുസൃതമായി രാഷ്ട്രീയത്തെ, രാഷ്ട്രീയ പ്രവർത്തനത്തെ, രാഷ്ട്രീയ ചിന്തയെ നവീകരിക്കാൻ കഴിയാതെ പോയതാണ് അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനം മുതൽ നമ്മൾ പരിശോധിച്ചാൽ, അതിന് ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചാൽ, ഇന്നത്തെ അത്രയും സമൃദ്ധമായ ജീവിതം ഒന്നുണ്ടായിരുന്നില്ല. ഇത്രയും സൗകര്യങ്ങളോ, ഇത്രയും സുഖസൗകര്യങ്ങളോ, ഇത്രയും ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു വന്ന ആളുകൾ ആ കാലത്തുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പുരോഗമന പരിപാടികൾക്ക്, സമരങ്ങൾക്ക്, സമ്മേളനങ്ങൾക്ക്, എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ വലിയ തോതിൽ ജനങ്ങൾ പങ്കാളികളായിരുന്നു, അല്ലെങ്കിൽ പൗരന്മാർ അതിൽ പങ്കാളിത്തം വഹിച്ചു. കാരണം അവർ ആശയപരമായി പ്രചോദിതരായിരുന്നു എന്നാണ് ഇതിന്റെ കാര്യം. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ വരുന്നത് ആശയത്തോടുള്ള, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ള ആശയത്തോടുള്ള തീവ്രമായ കമ്മിറ്റ്മെന്റ് കൊണ്ടാണ്. അതല്ലാതെ അവരേതെങ്കിലും സ്ഥാനങ്ങളോ ഇതൊന്നും മോഹിച്ചിട്ടില്ല. ഇന്ന് പൊളിറ്റിക്സിൽ ഭയങ്കര സ്റ്റാഗ്നേഷനാണ്, ആശയപരമായ സ്റ്റാഗ്നേഷനാണ്. അവരെല്ലാവരും നിരന്തരം കാണുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും പാർട്ടി അധികാരത്തിൽ വരുന്നു, ആ പാർട്ടിയിലെ കുറെ പേര് നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആവുന്നു, അവരാരെങ്കിലും ഒക്കെ കുറെ അഴിമതിയോ കാര്യങ്ങളോ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി കുറെ കാര്യം ചെയ്യുന്നു, ഇതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഗുണോ ഇതൊക്കെ ചെയ്യുന്നു, നാടിന് വേണ്ടി കുറെ പേര് ചെയ്യുന്നു, കുറെ പേര് നാടിനെ ശ്രദ്ധിക്കുന്നില്ല, കുറെ പേര് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്നു, ജയിക്കുന്നു, കുറെ പേര് തോക്കുന്നു. There is nothing exciting about politics. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തെ നവീകരിക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനത്തെ നവീകരിക്കാൻ, രാഷ്ട്രീയ ചിന്തയെ നവീകരിക്കാൻ, അതിനുള്ള ഒരു സന്ദേശം നമുക്ക് ഇന്നിവിടെ ജോബിന്റെ ഈ ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി കോൺഗ്രസിലൊക്കെ പലരും പറയുന്നത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭാരവാഹിത്വം പദവി, ഞങ്ങൾക്ക് അതായാൽ ഇതായാൽ ഞങ്ങൾ അതിൽ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് പാർട്ടിയിലൊന്നും ആയിരുന്നു. നോട്ട് ലൈക്ക് ദാറ്റ്. ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരിലേക്ക് നമ്മുടെ ആശയങ്ങളെ സന്നിവേശിപ്പിക്കുക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രത്യേക പദവി നമുക്ക് ലഭിക്കുന്നില്ല. ഞാൻ ഒരുപക്ഷെ ആരും വലുതായി ഉത്സാഹം കാണിക്കാത്ത ഒരു മേഖലയാണ് ജോബിൻ തിരഞ്ഞെടുത്തത്. ആ മേഖല തിരഞ്ഞെടുത്ത് അതിന്റെ പ്രവർത്തനത്തിലൂടെ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ തലമുറയെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ആളുകൾക്ക് പ്രചോദിപ്പിക്കുന്ന പുതിയ ചിന്ത ഉള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിന്ന് അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ കാരണം. നമ്മൾ 100 പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതല്ല, ആ പരിപാടിക്ക് അതിൻ്റെതായ ഒരു പുതുമ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു നവീകരണം ആ പരിപാടികളുണ്ടായിരുന്നു. അതാണ് ഈ ഇന്ന് കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് അതിൻ്റെതായ ഒരു മഹത്വം, അതിൻ്റെതായ അട്രാക്ഷനും അതിലേക്ക് ആളുകൾ വരികയും ചെയ്യും. ജോബിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പുതിയൊരു തലമുറ രാഷ്ട്രീയത്തിൽ കടന്നു വന്ന്
ഈ രാഷ്ട്രീയത്തെ നവീകരിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ഇന്ന് പുതിയ ചെറുപ്പക്കാരെല്ലാവരും അവരാരും ക്രിയേറ്റിവിറ്റി ഇല്ലാത്തവരോ, അവരാരും ടാലന്റ് ഇല്ലാത്തവരോ, അവരാരും തോട്ട് പ്രോസസ് ഇല്ലാത്തവരോ അല്ല. അവരെ പക്ഷെ നമുക്ക് അവരുടെ ചിന്തയെയും അവരുടെ ബൗദ്ധിക നിലവാരത്തെയും അല്ലെങ്കിൽ അവരുടെ സൈദ്ധാന്തികമായ ചിന്തകളെയും ഉത്തേജിപ്പിച്ച് അവരെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്, നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. Once they are here, they will show their creativity in politics. Once they are here, they will show their intellect in politics. Once they are here, they will speak their philosophy in politics. അതാണ് പുതിയ കാലഘട്ടത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ചെറുപ്പക്കാരെ ആരെങ്കിലും പ്രായം കുറഞ്ഞവരെ അല്ലെങ്കിൽ പ്രായം നോക്കി മാത്രം നമ്മൾ പാർട്ടി നേതൃത്വത്തിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളാക്കിയോണ്ടോ മാത്രം ആ മാറ്റം ഉണ്ടാവില്ല. വി നീഡ് ക്വാളിറ്റി തോട്ട് പ്രോസസ്. ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ അഴിമതിക്കെതിരായി വലിയൊരു മുന്നേറ്റം സമൂഹത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാം. എൻ്റെ മുമ്പിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാത്ത് ഉണ്ടായിരുന്നു. അനാവശ്യമായ ഒരു റിസ്ക്കും എടുക്കേണ്ട കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാതെ മുഖ്യമന്ത്രിയായിട്ട് കൊമ്പുകൊടുക്കാൻ പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പോപ്പുലർ ആവാനും നല്ല രീതിയിൽ പല പല കാര്യങ്ങളുണ്ട്. ഐ ബിലീവ് ഞാൻ കഴിഞ്ഞ ഒരുപാട് കാലം ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ നവീകരിക്കാതെ, രാഷ്ട്രീയത്തോട് ജനങ്ങൾക്കുള്ള മടുപ്പ്, അവർക്ക് രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് അധികം ഉപയോഗിക്കാത്തതാണ്. കതർ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം കതറിന്റെ വിശുദ്ധി നിലനിർത്താൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നാത്തതാണ് ഞാൻ കഥ ഉപയോഗിക്കാറ്. പക്ഷേ ഇന്ന് പൊതുസമൂഹത്തിന് രാഷ്ട്രീയക്കാരോട് ഒരു അവരുടെ മനോഭാവം പലപ്പോഴും വളരെ ഡിസപ്പോയിന്റിങ്. അപ്പൊ അതിലേക്ക് ഞാനും വന്ന് ചേരുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായി നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കറപ്ഷനാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ആദ്യം അവൻ ആരുമാണ്? ആദ്യം ജനം അവനെ വെക്കുന്ന കോളം എന്ന് പറയുന്നത് അഴിമതി ഉള്ള ഒരു വ്യക്തി എന്ന പ്രജുഡീസാണ്, മുൻവിധിയാണ്. മഹാഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അഴിമതിക്കാരല്ല. പക്ഷെ രാഷ്ട്രീയക്കാര് മഹാഭൂരിപക്ഷം അഴിമതിക്കാരാണെന്നാണ് ജനത്തിന്റെ ചിന്ത. കാരണം എന്താണെന്ന് വെച്ചാൽ അഴിമതി നടത്തുന്നവർ ആ അഴിമതിയുമായി ഈ സമൂഹത്തിന് മുമ്പിൽ നിന്നും രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചോദിക്കാൻ ആളില്ലാത്ത, അല്ലെങ്കിൽ ചോദിച്ച നമ്മുടെ ഒരു സിസ്റ്റം ഒരിക്കലും ആ സിസ്റ്റം ഇതിനെ ക്യാപ്ചർ ചെയ്യുകയോ സിസ്റ്റം അതിനെ കറക്റ്റ് ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ട് ചുരുങ്ങിയ ആളുകളാണ് രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തുന്നത് എങ്കിലും ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണെന്ന് സമൂഹം വിശ്വസിക്കുക. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് എത്രയോ ആവർത്തി ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് ജനപ്രതിനിധിയാൻ അവസരം കിട്ടിയപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യണമെന്നും, ചോദ്യം ചെയ്ത് പൊതുജന സമൂഹത്തിന് മുമ്പിൽ വന്ന് ഈ കാര്യം പൊതുജന സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് എനിക്കൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കിട്ടാവുന്നത്ര ലൈം ലൈറ്റോ അറ്റൻഷനോ വാർത്തയോ എല്ലാം എനിക്ക് ലഭിച്ചതാണ്. ജനങ്ങളുടെ പിന്തുണയും കിട്ടി, ജനങ്ങളുടെ വലിയ പിന്തുണ. ഐ വുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് ദേർ. എനിക്ക് അവിടെ വേണമെങ്കിൽ വിടാമായിരുന്നു, അവിടെ ഞാൻ അവസാനിപ്പിക്കായിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ എന്നെ ആരും കമ്പൽ ചെയ്തില്ല, എന്നെ ആരും നിർബന്ധിച്ചിട്ടോ എന്നെ ആരും കമ്പൽ ചെയ്തിട്ടോ എന്നെ ആരും ചോദ്യം ചെയ്തിട്ടോ അല്ല. ഐ ഫെൽറ്റ് ഐ ഷുഡ് ഡു ഇറ്റ്. കാരണം അത് കേവലം അഴിമതി ഉണ്ട് എന്ന് വിളിച്ചു പറയുകയും അഴിമതി ഉണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ബഹളം വയ്ക്കുകയും മാത്രമല്ല, വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം അനുവദിക്കുന്ന രീതിയിൽ ഇതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് ഞാനിത് നിയമവ്യവസ്ഥയിൽ കേസുമായി മുമ്പോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം കേസിൽ പല വ്യൂസ് പോസിബിൾ ആണ്. കോടതി അൺഫോർച്ചുനേറ്റ്ലി എടുത്തൊരു വ്യൂ എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ഇതിൻ്റെ അകത്ത് നേരിട്ട് അഴിമതി കണ്ടെത്താൻ കഴിയില്ല എന്നും. പക്ഷെ എൻ്റെ വ്യൂ ഇന്നും ഡിഫറെൻ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പരിശോധിച്ചിട്ടുള്ള, ഞാൻ കോടതി സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ നിന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നതാണ് എൻ്റെ കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിധിയോട് എല്ലാ വിനയവും നിലനിർത്തി, അല്ലെങ്കിൽ എല്ലാ ബഹുമാനവും നിലനിർത്തി ആ വിധിയോട് വിയോജിച്ച് ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പ്രോസസ്സിനിടയിൽ
നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു പയ്യനുണ്ടായിരുന്നു. ലോ കോളേജിൽ എൻ്റെ അടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു പയ്യനാണ്. അവൻ രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി വന്നതാണ്. നിയമ പഠനത്തിൻ്റെ ഭാഗമായി വന്നതാണ്. I asked him what you want to do. He said I would like to do something good for the society. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നില്ല, പൊളിറ്റീഷ്യൻ ഒന്നും ആവണമെന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി സാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പല റിസർച്ചിനും പല RPS അയക്കാനും പല കാര്യങ്ങൾക്കും വേണ്ടി ഈ പയ്യനെയാണ് ഞാൻ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ആ പയ്യനത് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. ഹീസ് ഫൈറ്റിംഗ് ഓൺ ദിസ് തിങ്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കിത് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഐ ആം ഇൻട്രസ്റ്റഡ് ടു ഫൈറ്റ് കറപ്ഷൻ. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, ഡു യു വാണ്ട് ടു കം ഓൺ ദ ലൈം ലൈറ്റ്? നിനക്ക് ശ്രദ്ധ, നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാരണം ചിലപ്പോൾ നിന്നെ നോട്ടീസ് ചെയ്യും, യു ആർ ബിഹൈൻഡ് ദിസ്, യു ആർ വിത്ത് മീ എന്ന് അറിയും. അന്നേരം മറ്റു രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ ചെറുപ്പമാണ്. അവൻ ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ സാറിൻ്റെ കൂടെ നിൽക്കാം, എനിക്ക് ഞാൻ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് എനിക്ക് പേടിയില്ല എന്നെല്ലാം. എനിക്ക് നെക്സ്റ്റ് പ്രസ് കോൺഫറൻസ് ഉണ്ട്, അപ്പം യു ക്യാൻ ജോയിൻ മീ. ഞാൻ എന്നിട്ട് പറഞ്ഞു, അന്നത്തെ ദിവസം അവനോട് പറഞ്ഞു, മറ്റന്നാളാണ് നമ്മുടെ ഇത്, അപ്പോൾ എല്ലാം പ്രിപ്പയർ ആയിട്ടിരിക്കുക, യു ഷുഡ് അസിസ്റ്റ് മീ ഇൻ ദ പ്രസ് കോൺഫറൻസ്. അന്ന് പോകാൻ നേരത്തെ ഞാൻ അവനോട് പറഞ്ഞു, നീ വീട്ടിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് പറഞ്ഞേക്ക്, ഒരു അനുമതി മേടിച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോടും അമ്മയോടും പോയി ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, മോനെ നീ അങ്ങനെ മുമ്പിലേക്കൊന്നും പോകണം, നീ സാറിന് അസിസ്റ്റ് ചെയ്താലൊക്കെ മതി, നീ അങ്ങനെ മുമ്പിലേക്ക് പോയി നിന്ന് അങ്ങനെയാണ്, നമുക്കത് വേണ്ട എന്നാണ് എൻ്റെ അച്ഛനമ്മ. കാരണം ഒരു മാനാണ്, സ്വാഭാവികമായിട്ടും അതിൻ്റെ അച്ഛനമ്മയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രസ് കോൺഫറൻസ് ആവുന്നതിന് മുമ്പ് ഹി ഇൻസിസ്റ്റഡ് ആൻഡ് ഹി കൺവിൻസ് ഹിസ് പാരൻസ്. അടുത്തതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് പയ്യനെ എൻ്റെ കൂടെ സഹായിച്ചാണ്. ഞാനത് ചെയ്യാൻ കാരണം ഞാൻ വിചാരിക്കുന്നത് വളർന്നു വരുന്ന ഒരു തലമുറ അഴിമതിയോട് സീറോ ടോളറൻസ് ഉണ്ട്. ചെറിയ അഴിമതി പോലും ഈ സമൂഹത്തിൽ നടക്കരുതെന്നും അത് കണ്ടാൽ അത് ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു ചിന്തയുള്ള, അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ള, അങ്ങനെ പ്രചോദിതരായിട്ടുള്ള ഒരു പുതിയ തലമുറ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത് തുറച്ചു നീക്കാൻ കഴിയും. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ വലിയ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് കോടാനുകോടിയുടെ വലിയ അഴിമതിയെ കുറിച്ചെല്ലാം പറയുന്നത്. എവ്രി ഡേ എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ വളരെ ചെറുതും വലുതുമായ അഴിമതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി ഓൾ അഡ്മിറ്റ് ഇറ്റ്. നമ്മളെല്ലാവരും അത് അംഗീകരിച്ചവരാണ്. വി ഡോണ്ട് വോണ്ട് ടു ക്വസ്റ്റ്യൻ, വി ഡോണ്ട് വോണ്ട് ടു ടേക്ക് ദ പെയിൻ. നമുക്കറിയാം ഈ കാണിക്കുന്നത് നീതികേടാണെന്ന് പറഞ്ഞാൽ. ഇപ്പം തന്നെ മലയാളിയെ കുറിച്ച് പറഞ്ഞില്ല, ഒരു വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടിയോന്ന് എനിക്കറിയില്ല. ഒരു ബസ് ഓടിച്ചു പോയ ഒരു ഡ്രൈവറുമായിട്ട് ഒരു മേയറും MLA തർക്കത്തിലായി. ആ MLA വന്ന് അകാരണമായി അവിടെ പറഞ്ഞപ്പോൾ ആരും ഒരു പ്രൊട്ടസ്റ്റും ഇല്ലാതെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിചയം എന്ന് പറയും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇപ്പം ആരെങ്കിലും ഇവിടെ വന്ന് അകാരണമായി വെള്ളം വെച്ച് എന്തെങ്കിലും പറഞ്ഞപ്പോൾ വേറെ പാർട്ടിക്കാരാണ് ചിലപ്പോൾ ഒന്ന് നിൽക്കും. അതല്ലെങ്കിൽ ആദ്യം ആൾ നമുക്ക് കുഴപ്പമുണ്ടാവണം, നമ്മളല്ല പകുതി മുക്കാലും പേര് ഈ ബോഡിയിൽ നിന്ന് ഇറങ്ങും. വി ഡോണ്ട് വോണ്ട് ടു ടേക്ക് എനി റിസ്ക്, വി ഡോണ്ട് വോണ്ട് ടു ടേക്ക് എനി പെയിൻ. സമൂഹത്തിന് വേണ്ടി ചെറിയ ഒരു കാര്യം പോലും ചെയ്യുന്നത് അനാവശ്യമാണ്, അല്ലെങ്കിൽ അത് എന്തിന് ഞാൻ അതിന് പോയി വീഴണം എന്നുള്ള ഒരു സാമാന്യ മനസ്ഥിതിയിലാണ് കേരള സമൂഹം. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റാൻ കഴിയാത്തത്. ദാറ്റ്സ് വൈ വി ആർ അൺഎബിൾ ടു റീഇൻവെന്റ് ദ സൊസൈറ്റി. അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ സൊസൈറ്റി ആക്കാൻ കഴിയാത്തത് നമ്മളാരും തയ്യാറല്ല. വി ആർ വെയിറ്റിംഗ് ഫോർ സം പ്രോഫിറ്റ് ടു കം. ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്ന് ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നത് നോക്കി കേരള സമൂഹം നോക്കിയില്ല. നോ പ്രോഫിറ്റ് ഈസ് ഗോയിങ് ടു കം. കേരളത്തെ രക്ഷിക്കാൻ ഒരു പ്രവാചകനും വരാൻ പോകുന്നില്ല. അത് നമ്മൾക്കിടയിൽ നിന്ന് നമ്മൾ തന്നെ കൊണ്ടുവരേണ്ട ഒരു ചിന്തയാണ്, നമ്മൾ തന്നെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറുപ്പക്കാര് എൻ്റെ മുമ്പിൽ വന്ന് ഈ പുറത്ത് പഠിക്കാൻ പോവാണ്, പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ ഏത് കോഴ്സിനാണ് പോകുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് കോളേജാണ്, ഏത് രാജ്യമാണ്? മെനി ഓഫ് ദം ഡോണ്ട് നോ എക്സാക്ട്ലി. അപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ പേര് പറയും. ഞാൻ ചോദിക്കും, അതിൻ്റെ സിലബസ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് അറിയാം? നോ. ഒരു 90% കുട്ടികൾക്കും അതിൻ്റെ സിലബസ് ഏതാണെന്ന് അവർ നോക്കിയിട്ടില്ല. എന്ത് കോഴ്സിൻ്റെ പേര് മാത്രം കിട്ടിയിട്ടുണ്ട്. മെനി ഓഫ് ദം ഡോണ്ട് നോ അബൌട്ട് ദ റാങ്കിങ് ഓഫ് ദ യൂണിവേഴ്സിറ്റി, നോട്ട് അബൌട്ട് കോളേജ്.
അവരുടെ എല്ലാം ഒരു ശരാശരി മാനസികാവസ്ഥ എന്ന് പറയുന്നത് somehow to get out of this place. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും കടന്നു പോകണം. എവിടെയാണ് നിങ്ങൾ പോകുന്നത്? നമ്മൾ വിചാരിക്കും എല്ലാവരും കാനഡയിലും യൂറോപ്പിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി വളരെ സുരക്ഷിതമായ. People are going to Malta, Ukraine, Zambia, Mozambique. I don't know why they are going there. എന്തിനാണ് അവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അവിടുത്തെ രാജ്യങ്ങളിലൊക്കെ ജീവിതം ഒരു കാരണവശാലും ഇന്ത്യയിലെ കേരളത്തിലെ ജീവിതവുമായിട്ടൊരു കമ്പാരിസൺ. ഇഫ് യു ലുക്ക് അറ്റ് ദ ക്ലൈമറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് ദ സൊസൈറ്റി, ഇഫ് യു ലുക്ക് അറ്റ് ദ പീസ്, ഒരു കാര്യത്തിലും കമ്പാരിസൺ ഇല്ലാത്ത പല കൺട്രീസിലേക്കും നമ്മുടെ ചെറുപ്പക്കാർ പോവുകയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രം നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അവരെ നമ്മൾ തോപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് നേരെ ചോദിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. സാർ, എന്ത് കണ്ടിട്ടാണ് സാർ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടത്? ദാറ്റ്സ് എ ട്രൂ ക്വസ്റ്റ്യൻ. അത് രാഷ്ട്രീയക്കാരോട് എന്നോടോ മാത്രമുള്ള ചോദ്യമല്ല, ഈ സമൂഹത്തിന് മുമ്പിൽ ഒരു പുതിയ തലമുറ ചോദിക്കുന്ന ചോദ്യമാണ്. എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടത്? ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റീസ്. അവരെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്രയോ പേരെ നമുക്കറിയാം. എത്രയോ പേര് 5 വർഷം ബിടെക് പഠിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഈസ് വർക്കിംഗ് ഫോർ 6,500 rupees, 6,500 രൂപയ്ക്ക് ജോലിയാണ്. ബിടെക് MBA കഴിഞ്ഞ ചെറുപ്പക്കാരൻ 7,000 രൂപയ്ക്ക് ഈ സൊസൈറ്റിയുടെ കളക്ഷൻ ഏജന്റായി നമ്മുടെ റോഡിലൂടെ നടക്കുകയാണ്. MSc ഒരുപക്ഷെ MCOM കഴിഞ്ഞ ചെറുപ്പക്കാരൻ പെട്രോൾ പമ്പിൽ കേവലം 7,000-7,500 രൂപയ്ക്ക് ഈ ബില്ല് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് സാർ ഞങ്ങളോട് നിൽക്കേണ്ടത്? കേരളത്തിലെ വ്യവസ്ഥാപിതമായ PSC അടക്കമുള്ള കാര്യങ്ങൾ അവർ കാണുന്നത് 1ാം റാങ്ക് രാം മുഴുവനിരുന്ന് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റ് ഇടം പിടിച്ച കുട്ടികൾ അവരുടെ എന്തുമാത്രം ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കേണ്ട പ്രായത്തിൽ ഐ ഹാവ് സീൻ വിത്ത് ദിസ് നേക്കഡ് ഐസ്, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അവർ ഈ സർക്കാരിനോട് യാചിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലെ ചുട്ടുകൊള്ളുന്ന ടാറിട്ട റോഡിൽ മുട്ടിലഴയുന്ന കാഴ്ച ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിലും ഇവരുടെ മനസ്സിലെങ്കിലും അലിയട്ടെ എന്ന് ഓർക്കാം. നമ്മുടെ ചെറുപ്പക്കാർ അവിടെയാണ് നിൽക്കുന്നത്. വൈ ഷുഡ് ദേ സഫർ ഓവർ ഹിയർ? നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ ഞങ്ങളുടെ കല്ലൂർക്കാട് പഞ്ചായത്തിലെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു. ഞാനൊരു ക്ലാസിക് കേസായിട്ട് പഠിച്ചതാണ്. സാമാന്യം നല്ല ജീവിക്കാൻ സാധ്യതയുള്ള 5-6 ഏക്കർ സ്ഥലമുള്ള മേവിച്ചേട്ടനും ചേച്ചിയും ഇന്നവിടെ വീട്ടിൽ തന്നെയാണ്. അവരുടെ മക്കള് UK പഠിക്കാൻ വേണ്ടി. ബേബിച്ചേട്ടനും ചേച്ചിക്കും പ്രായമായി. ബേബിച്ചേട്ടനും ചേച്ചിയും ഇപ്പോൾ ആ ബേബിച്ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് ഒരു ബംഗാളി പയ്യൻ കൊണ്ടുപോകുന്നു. ബേബിച്ചേട്ടനും ചേച്ചിയുടെ മോൻ UK കെയർ ഹോമിൽ സായിപ്പ്മാർക്ക് ഗുളിക എടുത്ത് കൊടുക്കുകയും അവരെ പിടിച്ചു നടത്തുകയും അവരുടെ ആശുപത്രിയിൽ പോവുകയും. ഞാൻ ചിരിക്കാൻ പറഞ്ഞാണ്, ദിസ് എ ഫാക്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയത്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളെ പഠിപ്പിച്ചത്, ഇതിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിത സായാഹ്നത്തിൽ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക എന്നതിലും വലിയൊരു ഒരു സമാധാനവും സായുജ്യം നമുക്ക് കിട്ടാനില്ല. കേരള ഈസ് ലൂസിങ് ഓൾ ദിസ്. കേരളത്തിൽ നഷ്ടപ്പെടുക. നോബഡി ഈസ് റിയലൈസിങ്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ പാരൻസും they are also desperate to get their children abroad. മക്കളെ എങ്ങനെയും കടത്തി വിട്ടാൽ രക്ഷപ്പെടുമെന്ന് കരുതുന്നു. രക്ഷപ്പെടുന്നവരുണ്ട് ധാരാളം. they are working so hard. ഞാൻ കഴിഞ്ഞ നാൾ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അത് നല്ലതാണ്, ഞാൻ അതിനെ കുറ്റമായിട്ട് പറയുന്നതല്ല. I had seen many youngsters, അവർ ഡിഷ് വാഷിങ്ങിന് അവിടുത്തെ സ്റ്റാർബക്സിലും അവിടെയും നിൽക്കുകയാണ് നമ്മുടെ പിള്ളേർ. അവരോട് പ്ലേറ്റ് കഴുകുന്നത് പാത്രം കഴുകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, തെറ്റായിട്ടല്ല. We don't have an atmosphere here. If somebody does the same thing here, അവർ അതേ കാര്യം ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ അവരെ വേറൊരു രീതി കണ്ട് വേറൊരു രീതിയിൽ അവരെ ഒരു സമൂഹത്തിന്റെ ഹറാസ്മെന്റ് ഉണ്ട്. We all are faking the life. നമ്മളെല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിച്ച് മനുഷ്യന്റെ യാതൊരു കാര്യമില്ല. നമ്മൾ കേരളത്തില് ഓണസ്റ്റായി സത്യസന്ധമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുക? എല്ലാ കാര്യത്തിലും അതിന്റെ ആ ഒരു എലിമെന്റ് കേരള സൊസൈറ്റിയിൽ വളരെ വളരെ കുറവാണ്. വി നീഡ് ടു ഇൻജെക്ട് ദാറ്റ്. അതിനു വേണ്ടിയിട്ടാണ് ജോബിനെ പോലുള്ള പുതിയ തലമുറ ആളുകൾ പുതിയ ചിന്തകൾ രാഷ്ട്രീയത്തിലും പുതിയ ചിന്തകൾ സമൂഹത്തിലും ഒക്കെ കൊണ്ടുവരുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ റോജിയുമായി സംസാരിക്കാൻ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. കാരണം വ്യത്യസ്തമായ പാതയിൽ സഞ്ചരിച്ച് വ്യത്യസ്തമായ ചിന്തകൾ പങ്കുവെച്ച് വ്യത്യസ്തമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിച്ച്
നല്ല ഒരു 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 ടെലിവറിൽ പ്രവർത്തിച്ച് പുതിയ ഒരു പ്രതീക്ഷയും ആവേശവും ഒക്കെ നമുക്ക് പകർന്നു തന്നിട്ട് ഇന്നത്തെ സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഈസ് ലിവിങ് ദിസ് കൺട്രി. ഇതാണ് ഒരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഈ സന്ദേശം പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ. റൂജി പറഞ്ഞു, ഒരിക്കൽ കൂടി അടിവരായിട്ട് ഞാൻ പറയുന്നു, നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ പ്രചോദിപ്പിച്ച് വി നീഡ് ടു ഗെറ്റ് ബാക്ക് കേരള. ഒരു സമയത്ത് കേരളം എന്ന് പറയുന്നത് ഈ രാജ്യത്തെയും ലോകത്തെയും അത്ഭുതപ്പെടുത്തിയ നാടായിരുന്നു, അമ്പരപ്പിച്ച നാടായിരുന്നു. എല്ലാ പരിമിതികൾക്കിടയിലും ആരോഗ്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തെ അതിശയിപ്പിക്കുന്ന വളർച്ച നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അന്ന് നമുക്ക് ദൈഷ്ണാശാലികളായ ദീർഘദർശികളായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരും നേതൃത്വം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് വി ആർ സഫറിങ്. നമ്മൾ അന്നത്തെ കാലഘട്ടത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിലാണ് ഇന്നുവരെയും കേരളം പോകുന്നത്. ഇനിയും നമ്മളിങ്ങനെ മുമ്പോട്ട് പോകില്ല. വി നീഡ് ടു റീഇൻവെന്റ്, വി നീഡ് ടു റീക്യാപ്ചർ അവർ സ്റ്റേറ്റ്. അതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം പോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിലെ നവീകരണത്തിന് വേണ്ടി കോൺഗ്രസ് അടക്കം ഒരു നവീകരണത്തിനും ഒരു റീ എഞ്ചിനീയറിംഗിനും റീഇൻവെന്റിങ്ങിനും തയ്യാറായില്ല എങ്കിൽ ഒരു പുതിയ കോൺഗ്രസിനെ നമുക്ക് തലമുറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വി ഓൾസോ വിൽ ബിക്കം ഇറലവന്റ്. നോ ഡൗട്ട് പുതിയൊരു തലമുറ നമ്മളോടൊപ്പം വരില്ല. അപ്പൊ ആ മാറ്റങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഈ കർമ്മനിരതം എന്ന ഈ പുസ്തകത്തിന്റെ കർമ്മനിരതം കാലം ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് അറിയിച്ച എന്റെ വാക്കുകൾ നിർത്തുന്നു.